ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യവും ഒരു മനുഷ്യക്കുരുതിയും നമ്മളൊക്കെ കണ്ടാണ് ദിവസങ്ങളെ ആയിട്ടുള്ളത്. ആ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ചില നിരീക്ഷണങ്ങൾ വരുന്നു. അതിനു മുൻപ് സർക്കാർ കോടതിയിൽ അറിയിക്കുന്നത് റെയിൽവേ ടണലിനുള്ളിലെ ഈ ആമേഴഞ്ചാൻ തോട് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗത്തെ ടണലിലെ മാലിന്യങ്ങൾ അടുത്ത മാസം അവസാനത്തോടെ പൂർണ്ണമായും നീക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായ, ഒപ്പം തന്നെ കൊച്ചി നഗരത്തിലെ മാലിന്യ പ്രശ്നമൊക്കെ കോടതി പറയുകയുണ്ടായി. ശ്രീലങ്കയിൽ പോയി കാര്യങ്ങൾ കണ്ടുപിടിക്കൂ എന്നുവരെ പറയേണ്ട അവസ്ഥയുണ്ടായി. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ മാലിന്യ പ്രശ്നത്തിൽ ഇപ്പോൾ സത്യത്തിൽ കോടതിയാണ് വളരെ ശക്തമായൊരു ഇടപെടൽ ഒക്കെ നടത്തുന്നത്. അത് പല ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണ് ആമേഴഞ്ചാൻ തോട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ വിശദീകരിക്കുന്നത്? ഒപ്പം സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് കോടതി പറഞ്ഞത് എന്താണ്? ദിവിഷ്, ഇന്ന് സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നേരിട്ട് ഹാജരായാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതി അറിയിച്ചത് മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആമേഴഞ്ചാൻ തോട് ശുചീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്ത മാസം അവസാനത്തോടുകൂടി ഇവിടെ മുഴുവനായും അത് ക്ലീൻ ചെയ്യുമെന്നാണ് സർക്കാർ കോടതിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. റെയിൽവേയുടെ കീഴിലുള്ള ഭാഗം അതാണ് പ്രധാനമായും മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അവിടെ യന്ത്ര സഹായത്തോടുകൂടി ഓഗസ്റ്റ് 30-നകം ഇതിന്റെ മുഴുവൻ പ്രവർത്തികളും പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന കാര്യമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആമേഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നേരത്തെ അവിടെ 10 AI ക്യാമറകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. കൊച്ചിയുടെ കാര്യത്തിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായത്. കൊച്ചിയിലെ സാഹചര്യം വളരെ മോശമാണ് എന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാണിച്ചു. പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാര്യവും ആ കോടതി ശ്രദ്ധയിൽപ്പെടുത്തി. ശ്രീലങ്കയിൽ പോയി നോക്കൂ എന്നാണ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. അത്ര വലിയ സാമ്പത്തിക ശേഷി ഉള്ള രാജ്യമില്ലാതിരുന്നിട്ട് പോലും ശ്രീലങ്ക അവരുടെ നഗരങ്ങളിൽ എങ്ങനെയാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്നത് ഉദ്യോഗസ്ഥർ പോയി കാണണമെന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ വഴിവെക്കൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും അത് ക്ലീൻ ചെയ്യാതിരിക്കുന്നതിലുമുള്ള കടുത്ത വിമർശനമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ശരി, വളരെ നിശിതമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാർ അറിയിക്കുന്നു. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം നമ്മൾ എത്രയോ കാലങ്ങളായി കാണുന്നതാണല്ലേ.